നമസ്കാരം. ഇപ്പോൾ കരച്ചിലുകളുടെ സീസണാണല്ലോ. പലതരത്തിലുള്ള കരച്ചിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. നെഞ്ചത്തടിച്ച് അലമുറയിട്ട് കരയുക, വിതുമ്പുക, തേങ്ങിക്കരയുക, ഏങ്ങലടിച്ച് കരയുക. ചിലർ പരസ്യമായിട്ട് കരയും, ചിലർ രഹസ്യമായിട്ട് അടക്കി പിടിച്ച് കരയും. ഏതായാലും മുകേഷ് അണ്ണൻ പരസ്യമായിട്ട് കരഞ്ഞങ്ങ് മെഴുകുക. 10 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഒരു സിനിമ നടൻ എന്ത് ചെയ്യാൻ കഴിയും. വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ കഴിഞ്ഞ 10 കൊല്ലത്തെ മുകേഷ് അണ്ണൻ ഓർത്തെടുക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ആളുകൾ ചോദിച്ചത് ഒരു സിനിമാ നടന് എന്ത് ചെയ്യാൻ പറ്റും, MLA ആകാൻ പറ്റുമോ എന്നൊക്കെയാണ്. അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തില്ലേ ഈ 10 വർഷം കൊണ്ട്. കൊല്ലത്തിനെ മാത്രമല്ല കേരളത്തിനെ മൊത്തം മാറ്റിമറിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളല്ലേ മുകേഷ് അണ്ണൻ കാഴ്ചവെച്ചത്. സിനിമാ നടന് MLA പണി എങ്ങനെ ചെയ്യാൻ കഴിയും? ഒരു സിനിമാ നടൻ MLA പണി ചെയ്യാൻ കഴിയുമോ? ക്യാമറയുടെ മുന്നിൽ നിന്ന് ആക്ഷനും കട്ടിനും ഇടയ്ക്കുള്ള നാട്യമല്ലേ ഇവരെ കൊണ്ട് പറ്റുകയുള്ളൂ? ജനങ്ങൾക്ക് മുൻപിൽ ഇവരെ കൊണ്ട് നടിക്കാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ജനങ്ങളുടെ സംശയം. പക്ഷേ ലൈവായിട്ടും അഭിനയിക്കാൻ സാധിക്കുമെന്ന് മന്ത്രിപ്പണി ചെയ്തും MLA പണി ചെയ്തുമൊക്കെ പലരും നമ്മുടെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു. അതെല്ലാം ഞാൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ടു. ആ കൺകോണിൽ വന്ന് നിൽക്കുന്ന കണ്ണുനീർത്തുള്ളിയെ ആട്ടിപ്പായിക്ക് മുകേഷ് അണ്ണ, ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ ശേഷിയില്ല. MLA സ്ഥാനം വിട്ട് പോകുമ്പോൾ ഓർമ്മയിൽ എനിക്കെന്നും മധുരിക്കുന്ന ഓർമ്മകൾ തന്നിട്ടുള്ള 10 കൊല്ലമാണ്. അണ്ണന് മാത്രമല്ല, മധുരിക്കുന്ന പല പാതിരാ ഓർമ്മകളും ഞങ്ങൾക്കും അണ്ണൻ തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കുള്ള കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരാളെ വിളിക്കുന്ന എനിക്ക് മൈലി വിലയിലൂടെ തരുന്നത്, മൈലി വില. കൊച്ചു കുഞ്ഞുങ്ങളാകട്ടെ, യുവാക്കളാകട്ടെ, വൃദ്ധരാകട്ടെ, സ്ഥലമേതാ സമയമേതാ എന്നൊന്നും ഭേദമില്ലാതെ ധൈര്യമായിട്ടൊരു നമ്പർ ഡയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അണ്ണൻ്റെതാണ്. ഏത് പാതിരാത്രിക്കും എൻ്റെ സേവനം എൻ്റെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് അനൗൺസ് ചെയ്യുക മാത്രമല്ല, പാതിരാത്രിയിൽ കൃത്യമായിട്ട് നല്ല അന്തസ്സുള്ള സേവനം അവർക്ക് കൊടുക്കുന്ന കാര്യത്തിലും അണ്ണൻ വൻ വിജയമായിരുന്നു. അണ്ണ രാത്രി ജോലിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. അതുകൊണ്ട് ഈ 10 കൊല്ലത്തെ ആ വലിയ സേവനത്തിന് ശേഷം അണ്ണൻ ഇറങ്ങുമ്പോൾ കരഞ്ഞു മെഴുകി ഇറങ്ങേണ്ട കാര്യമേ ഇല്ല. വലിയ ചാരിതാർത്ഥ്യത്തോടു കൂടി, വലിയ നിർവൃതിയോടുകൂടി വേണം ഇറങ്ങാൻ. ഒരു കൊച്ചു കുഞ്ഞ് വിളിച്ചൊരു ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് പറഞ്ഞ കാര്യം, പാലക്കാട്ടുള്ളവരും കാസർഗോഡുള്ളവരും ഒക്കെ കൊല്ലത്ത് കിടക്കുന്ന എന്നെ വിളിക്കുന്നത് എന്തിനാ? അതാത് ജില്ലയ്ക്ക് അതാത് ആളുകളുണ്ട്, അവരെയൊക്കെ വിളിക്കേണ്ടത്. ഇതൊരു വലിയ ശല്യമായല്ലോ സാർ. എനിക്ക് സാറിന്റെ നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. പിന്നെ നമ്മുടെ നിഘണ്ടുവിലില്ലാത്ത ചില മലയാള പദങ്ങൾ അത് ഇത്രയും വ്യക്തതയോടുകൂടി നമ്മൾ പാതിരാത്രിയിൽ ഉറക്കച്ചടവിലും നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട തീവ്രതയിൽ അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മലയാളികളെ പഠിപ്പിച്ച മഹാനല്ലേ അങ്ങുന്ന്. അങ്ങുന്നിൻ്റെ പേരിൽ ഞങ്ങൾ ഒന്നല്ല ഒരു 3-4 സ്ഥലത്തെങ്കിലും ഓരോ ചരിത്ര സ്മാരകങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പണിയണമെന്നുള്ള ആലോചനയില്ല. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ 10 കൊല്ലമാണ്. കാര്യം അത് പിന്നെ സംശയമുണ്ടോ? അത് അണ്ണന് മാത്രമല്ല, അണ്ണനെ പോലുള്ള സകല എണ്ണത്തിനും 10 കൊല്ലം കൊണ്ട് വാരാവുന്നത് അത്രയും വാരിക്കുഴഞ്ഞ സകല രാഷ്ട്രീയക്കാരും ഇതേ പറയത്തുള്ളൂ. ഏറ്റവും നല്ല കാലം ഏതെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷമാണ്. ഹോ അമ്മോ, എല്ലാം എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. അല്ല, ജനങ്ങൾ തരുന്ന ഈ സ്നേഹമേ, അകമഴിഞ്ഞ സ്നേഹം, അതിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ പറ്റി. ഈ നല്ല പ്രവർത്തികളിൽ തന്നെ അണ്ണനെ ഏറ്റവും പ്രശസ്തനാക്കിയ ചില പ്രവർത്തികൾ ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു. അതുകൂടാതെ വേറെയും നല്ല പ്രവർത്തികളൊക്കെ അണ്ണൻ ചെയ്തിട്ടുണ്ട്. ഏതോ പെണ്ണുങ്ങളോട് എന്തൊക്കെ പറഞ്ഞെന്നാ എന്നൊക്കെ കേസായിട്ട് നടക്കുകയല്ലേ, കോടതി നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പം പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പരാതിക്കാരി ആരോപിച്ച കുറ്റങ്ങളെല്ലാം തെളിഞ്ഞുവെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. MLAക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും പറയുന്നു. പിന്നെ വേറെ ഇതിനൊക്കെ മുമ്പ്, വളരെ മുമ്പുള്ള അണ്ണന്റെ ചില നല്ല പ്രവർത്തികളെ കുറിച്ച് അണ്ണന്റെ മുൻ ഭാര്യ മീഡിയ വഴി ജനങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. മുകേഷ് is a very abusive ആണ്, ഭയങ്കര അബ്യൂസീവ്, ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസന്റ് റെസ്പെക്ട്. പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്ട് ഇല്ല. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഭർത്താവ്, അതിലുപരി നല്ലൊരു അച്ഛൻ, ഇതെല്ലാമായിരുന്ന അങ്ങേക്ക് നല്ലൊരു ജനപ്രതിനിധി ആകാനും സാധിക്കുമെന്നുള്ള ദീർഘദൃഷ്ടിയുടെ പുറത്താണല്ലോ അങ്ങേ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കിയതും. ആ ദീർഘദൃഷ്ടി എത്രത്തോളം കൃത്യമായിരുന്നു എന്ന തിരിച്ചറിവിന്റെ പുറത്താണല്ലോ ഇത്തവണ എറിഞ്ഞതും. ഒരു ചെറിയ കാര്യം എന്നെ പറ്റി ആയതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്, വേറെ ആരും പറയാനില്ലാത്തത് കൊണ്ട് പറയുകയാണ്. അതെന്നെ വർത്താനമാണ്. ഇത്രയും നേരം അണ്ണനെ പറ്റിയല്ലേ ഞാൻ ഇവിടുന്ന് കണകണകണാന്ന് സംസാരിച്ചു. എന്നിട്ട് അണ്ണനെ പറ്റി പറയാൻ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞു. നാട്ടിലോട്ടിറങ്ങി നോക്കണം എത്ര പേരാ അണ്ണനെ കുറിച്ച് എൻ്റെ പൊന്നോ പറയുന്നതെന്നറിയോ? കേട്ട് നിൽക്കാൻ പറ്റാത്ത വിധത്തിലാണ് സംസാരിക്കുന്നത്.
69 ശിലാഫലകത്തിൽ MLA-യുടെ പേരുണ്ട്. സ്വയം പുകഴ്ത്തൽ എനിക്ക് ഇഷ്ടമല്ല. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുന്നത് നമ്മുടെ ആശയത്തിനും ആദർശത്തിനും എതിരുമാണ്. അതുകൊണ്ട് പറയാനുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളോട് പറയണമല്ലോ. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞാനൊരു വലിയ സംഭവമായിരുന്നെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ. 69 ശിലാഫലകങ്ങളിൽ അണ്ണൻ്റെ പേരുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കിയേക്കണേ. വളരെ ബാക്കിയുള്ള 3-4 ഒക്കെ ഉള്ളൂ പല സ്ഥലത്തും. ബാക്കി എല്ലാത്തിടത്തും 3-4 ഒക്കെ ഉള്ളൂ. ആടങ്കൽ തുക 1 കോടിയൊക്കെ കൊടുത്ത് നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന വെയിറ്റിംഗ് ഷെഡുകളൊക്കെ കെട്ടിപ്പൊക്കാൻ നമ്മുടെ MLA-മാരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതേ തമിഴ്നാട്ടിലോട്ടൊക്കെ ഒന്ന് ചെന്ന് നോക്കണം. ഒരു വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് കഷ്ടിച്ച് താമസിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പം, പിന്നെ ഒരു 2-3 സീലിംഗ് ഫാൻ, അത് കൂടാതെ അതിൻ്റെ ഇരിപ്പിടവും അതിൻ്റെ ചുവരുകളും എല്ലാം ടൈൽസ് ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യമാണ് അവിടുത്തെയൊക്കെ വെയിറ്റിംഗ് ഷെഡുകൾക്കുള്ളത്. പിന്നെ ഈ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് തന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതുപോലൊന്നുമല്ല കേരളത്തിൽ. 1 കോടി അല്ലെങ്കിൽ 50 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയ അതിൽ ഇതാ ഈ വീതി കാണും കേട്ടോ. 2 ഉരുണ്ട കമ്പികൾ വെച്ചിരിക്കും. പിന്നെ മഴ പെയ്താൽ ചാറ്റലടിച്ചാൽ മേത്തോട്ട് വീഴും. വലിയ മഴ പെയ്താൽ വലിയ വലിയ മഴത്തുള്ളികളിൽ നിന്ന് രക്ഷപ്പെടാൻ കണക്കിനുള്ള ഒരു ഷീറ്റ് മുകളിലുണ്ടാകും. നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇടയ്ക്ക് നല്ല കാറ്റ് വീശുമ്പോൾ കാറ്റ് കൊള്ളാം. അതികഠിനമായിട്ടുള്ള വെയിലാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അത് കൃത്യമായിട്ട് കിട്ടും. വൈറ്റമിൻ ഡി കിട്ടാൻ കണക്കിന് സൂര്യപ്രകാശം നമുക്ക് കിട്ടണമല്ലോ. അതിനെല്ലാം തക്കവണ്ണം വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകളാണ് നമുക്കിവിടെ നമ്മുടെ MLA-മാർ തരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ എണ്ണി നോക്കുമ്പോൾ 69 ശിലാഫലകങ്ങൾ എന്ന് പറയുന്നത് നിസ്സാര നേട്ടമല്ല. മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കാൻ ഇന്നും അതൊരു ശിലാഫലകമായി എൻ്റെ മനസ്സിൽ നിൽക്കും. അപ്പോൾ അണ്ണൻ ചെയ്യേണ്ട കാര്യം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഓർമ്മകൾ അയവിറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ അയവിറക്കലിന് ഇത്തിരിയും കൂടെ മധുരം കൂട്ടാൻ വേണ്ടി ഈ ശിലാഫലകങ്ങളുടെയൊക്കെ ഫോട്ടോയൊക്കെ ഓരോന്നും മെനക്കെട്ട് അണ്ണൻ എടുത്ത് അതൊരു ആൽബം ആക്കി വെക്കണം. അപ്പോൾ ഇനി തൊട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പോകല്ലേ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പം ആ ആൽബം ഇങ്ങനെ മറിച്ച് നോക്കി ഓരോ ശിലാഫലകത്തിനും ഓരോ കഥ അണ്ണനോട് പറയാൻ കാണും. അണ്ണനും ആ ശിലാഫലകത്തിനും അറിയുള്ളൂ ആ കഥ. മനസ്സിലായല്ലോ. അതിങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഓർക്കണം. ഈ 69 ശിലാഫലകങ്ങളുടെ കഥ ഇങ്ങനെ ഓർത്ത് വരുമ്പോൾ തന്നെ 1 വർഷം പോയി കിട്ടും. എന്നിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിന്, വിശ്രമ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിന് വേണ്ട, ബോറടിക്കത്തില്ല. ഏതായാലും മുകേഷണ്ണൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു വലിയ ആശയമാണ്. ശിലാഫലകങ്ങളുടെ എണ്ണം എടുക്കുക എല്ലാ MLA-മാരും. പ്രത്യേകിച്ച് ഇപ്രാവശ്യം മത്സരത്തിന് നിൽക്കാത്ത, ജനങ്ങളെ സേവിച്ച് കുഴഞ്ഞ് ക്ഷീണിച്ച് ഇനിയും സേവിക്കാൻ ഉള്ള ആരോഗ്യം നമുക്കില്ല, അല്ലെങ്കിൽ ജനങ്ങൾ പറയുകയാണ് അയ്യോ ഇനി ഞങ്ങളെ സേവിക്കരുത്, ഇതിനപ്പുറം ഞങ്ങൾക്ക് സേവനം ഏറ്റുവാങ്ങാനുള്ള കരുത്തില്ല എന്ന് പറയുന്ന ഏരിയകളിൽ ഇവരെയൊക്കെ തെറിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ശിലാഫലകങ്ങളുടെ എണ്ണം എടുക്കുക, അതിൻ്റെയൊക്കെ ഫോട്ടം പിടിക്കുക, വീട്ടിലിരുന്ന് മറിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസാക്ഷിക്കുത്തില്ലാത്ത നല്ലൊരു വിശ്രമ ജീവിതം ആശംസിക്കുന്നു.